ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പം നമുക്ക് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ആരാണ് ഇന്ന് നമ്മളെ കാണാനായിട്ടിരിക്കുന്നത്, നമുക്ക് ദർശനം നൽകുന്നത് ആര് എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നേരെ ഗോപുരവാതിലൊക്കെ കടന്ന് നമുക്കിങ്ങനെ പോരും. അങ്ങനെ പോന്ന് നമ്മൾ നേരെ ആ വാതിൽപ്പടിയുടെ അവിടേക്ക് എത്തി. ഇനി പതുക്കെ കയറുക. നല്ല തിരക്കാണ്. ബുധനാഴ്ചയായിട്ടും രാവിലെ മുതലേ തിരക്ക് തന്നെയാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലെ കൂടെ നമുക്കിങ്ങനെ പോവാം. അങ്ങനെ പോയിട്ട് വാതിൽപ്പടി കയറുമ്പോൾ ആ നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ആ പീഠത്തിലേക്ക് നോക്കിയിട്ടൊന്ന് പ്രണമിക്കാം. അത് കഴിഞ്ഞ് വലത്തെ സൈഡിലേക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നരസിംഹമൂർത്തിയെ കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കി പ്രണമിക്കാം. അങ്ങനെ ഒന്ന് തൊട്ടിങ്ങനെ പതുക്കെ അങ്ങനെ പോകുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്തെ ആ ഒരു കാഴ്ച എന്താ വളരെ മനോഹരമായിട്ട് കാണുന്നു. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാൽപാദങ്ങളൊക്കെ കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്, കൈവളകൾ ഇട്ടിട്ടുണ്ട്, പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, ഒരു വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. അതെല്ലാം രസം എന്താണെന്നറിയോ? നാൾ തെറ്റി നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. രണ്ട് കൈയും ഇങ്ങനെ ആ കവിള് വീർപ്പിച്ച് പിടിച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടികൾ ഞാൻ തെറ്റി എന്ന് പറയില്ലേ, അതേപോലെ രണ്ട് കൈയും മുഷ്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ കവിളത്തിങ്ങനെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അത് വളരെ ഒരു നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്തെ നന്നായിട്ടുണ്ട്. ഇന്ന് ഉച്ചപൂജ അലങ്കാരം ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം കൃഷ്ണപ്രസാദോദിക്കൻ. എന്തായാലും കൃഷ്ണപ്രസാദോദിക്കൻ വളരെ നന്നായിട്ടത് ചാർത്തിയിട്ടുണ്ട്. ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ ആ ചിണുങ്ങുന്ന പൊന്നുണ്ണിയാണ്. ഞാൻ യശോദാമ്മോട് തെറ്റിയെന്നാണ്. എനിക്ക് വെണ്ണ തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തപ്പോൾ എന്നെ ചീത്ത പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കുസൃതിയിലെ ദേഷ്യത്തിലാണ് അങ്ങനെ നിൽക്കണം. ഞാൻ ഇനി മിണ്ടില്ല കേട്ടോ എന്ന് പറയണ പോലെ. നമ്മൾ ഭക്തരോട് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ആസ്വാദനം തന്നെയാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ. അങ്ങനെ ഭഗവാന്റെ പല പല ഭാവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാവുന്നതേ. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ പല പല ഭാവങ്ങളാണ് ആ ശ്രീലകത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അത് ഓരോ അന്ന് ചെല്ലുമ്പോൾ അന്നത്തെ ആ ഒതുക്കിന് അന്ന് തോന്നിക്കുന്ന ഗുരുവായൂരപ്പൻ തോന്നിക്കുന്ന ആ ഒരു വിഗ്രഹ ചൈതന്യത്തെയാണ് കളഭാലങ്കാരമായിട്ട് ചാർത്തുന്നത്. അത് നന്നായിട്ട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തെറ്റിപ്പിടിച്ച് നിൽക്കുന്ന രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കവിളത്തിങ്ങനെ കുത്തിങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവരിലേക്കും എത്തട്ടെ. ഉച്ചപൂജ അലങ്കാരമൊക്കെ എല്ലാവരിലേക്കും എത്തട്ടെ. കാരണം ഇവിടെ ഗുരുവായൂർ നടക്കുന്ന ആ ഉച്ചപൂജ കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുതിട്ടുള്ള വർണ്ണനയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടിയല്ലോ. ഇനി നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ ആ തിടപ്പള്ളിയിലേക്കൊക്കെ നോക്കിയിട്ട് ഒന്ന് തൊഴാം. അവിടെ ആ ഗണപതി ഹോമം രാവിലെ നടത്തുന്നതാണ്. ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അഗ്നികോണിലുള്ള ആ തൂവുന്ന സ്ഥലമൊക്കെ നോക്കി സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമുക്കിനി നേരെ ആ ഗണപതിയുടെ അവിടേക്ക് പോവാം. വിഘ്നേശ്വരൻ്റെ അവിടുത്തെ കണ്ട് വണങ്ങാം. അപ്പോൾ നേരെ അവിടെ കുറച്ചൊക്കെ തിരക്കാണ്, നല്ല തിരക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് അധികം അങ്ങനെ പോവാം പതുക്കെ.
അങ്ങനെ ചെന്നിട്ട് കണ്ട് നല്ല അലങ്കാരം തന്നെയാണ്, കിരീടമൊക്കെ വെച്ചിട്ട് തന്നെയാണ്, തുമ്പിക്കൈയൊക്കെ നല്ല കിരീടമൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടുന്ന് തൊട്ടിട്ട് സരസ്വതി ദേവിയുടെ അടുത്ത് വന്ന് നോക്കാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അങ്ങനെ ആ സൈഡിലുള്ള ഗണപതി വിഗ്രഹമൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് മേൽശാന്തിയിൽ അവിടെ വന്നാൽ ആ പ്രസാദമൊക്കെ വാങ്ങാം. പൂവും പ്രസാദമൊക്കെ വാങ്ങി ഒന്ന് നെറ്റിയിലൊക്കെ തൊട്ട് ബാക്കി ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അവിടെ തൊഴുത് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് നമുക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത നമ്മളെ വേഗം ഇങ്ങോട്ട് മാറ്റി നിർത്തുമല്ലോ, അപ്പം ബാക്കി പറയാൻ പറ്റുന്ന സാവകാശം കൊണ്ട് നമുക്കിവിടെ പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വന്നാൽ ആനന്ദപത്മനാഭസ്വാമീനെ കാണാം. അവിടെയൊക്കെ അലങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അതവിടെയൊക്കെ കണ്ട് തൊഴുത് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കണ്ട് ഇങ്ങനെ വരാം. മുരുകൻ്റെ അവിടെയും കാണാം. മുരുകനൊക്കെ ഭസ്മാലങ്കൃതമായിട്ടാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ അവിടെ വരാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ ചെറിയൊരു മാലകളുണ്ട്, കുങ്കുമൊക്കെ ഉണ്ട്. കുങ്കുമൊക്കെ എടുത്ത് തൊട്ട് രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് നേരെ അപ്പുറത്തേക്ക് കിടന്നാലേ പതുക്കെ അവിടെയൊക്കെ തിരക്കാണ്, എന്നാലും നമുക്ക് ഇതിനെ അങ്ങനെ പോവാം. അങ്ങനെ പോയി താമരക്കണ്ണനെ കണ്ട് കൽപ്പകവൃക്ഷച്ചോട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കണ്ട് മണിക്കണറിലൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നൃത്താറയിൽ നമ്മുടെ ശ്രീ കണ്ണൻ അവിടെ അങ്ങനെ നൃത്തം ചവിട്ടുകയാണ്. ആ കിടാവിളക്ക് അത് കണ്ടോളൂ. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടക്കാൻ കുറൂരമ്മേനെയൊക്കെ കണ്ട് നാരദസ്വാമീനെയൊക്കെ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് നേരെ എടത്തരി കത്തുകാവിൽ അമ്മേനെ കണ്ട് തൊഴാം. അവിടേക്കും അങ്ങോട്ട് പോകാനൊക്കെ നല്ല തിരക്കാണ്. തിരക്കാവുമ്പോൾ എല്ലാം തിരക്ക് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ പോയിട്ട് ആ ദേവിയെ കാണാം. ദേവി അത് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ തൊഴുത് നമുക്ക് നേരെ ആ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മമ്മിയൂരപ്പനെ കണ്ടിട്ട് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് മമ്മിയൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞ് തൊഴുത് നമുക്ക് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് പോരുമ്പോൾ കൊടിമരം കാണാം. ഇനി ഒന്നും കൂടി നമുക്ക് അതിനെ പോകാൻ പറ്റുമോ നോക്കിയിട്ട് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി കാണാമല്ലോ. ആ ശ്രീകോവിലിലെ ഭഗവാനെ ഒന്നും കൂടി കണ്ടു തൊഴാനുള്ളൊരു ആഗ്രഹം, എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു ആഗ്രഹം നമുക്കിങ്ങനെ ഉണ്ടാവും. അപ്പോൾ കണ്ട് തൊഴുത് ഇനി നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുത് അയ്യപ്പൻ്റെ അവിടേക്ക് വരാം. അയ്യപ്പൻ്റെ അവിടെ ഏതാ ചന്ദനമൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ ഉണ്ട്. ഭൂതനാഥസുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അയ്യപ്പസ്വാമീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഒന്ന് വലം വെച്ചിട്ട് പടിഞ്ഞാറ നടയിലേക്ക് പോരാം. പടിഞ്ഞാറ നടയിലെത്തിയാൽ നേരെ കൊടിമരവും കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ അതേമാതിരി ദീപസ്തംഭത്തിൻ്റെ മുകളിൽ നമ്മൾ ബാലഗോപാലനായിട്ടുള്ള ആ പ്രതിരൂപത്തെ കണ്ട് നമസ്കരിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവരും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഇത് ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവർക്കും എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ കടാക്ഷം ലഭിക്കുമാറാവട്ടെ. ഹരേ